ഹേ ഗൈസ്, ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏഹ് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്, അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ആദ്യം തന്നെ നമ്മുടെ ഫോൾഡറിൽ ചെന്നിട്ട് സെൻസസ് ഇന്ത്യ 2011 എന്ന് പറയുന്ന ആ ഒരു ഫയല് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. എന്താണ് ഡേറ്റ? ഒട്ടും തന്നെ ഓർഗനൈസ് ചെയ്യാത്ത വിവരങ്ങളാണ് ഡേറ്റ. ഇതിലെ ലെറ്റേഴ്സ് വരും, വാക്കുകൾ വരും, ചിത്രങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ്. ഈ ഒരു ഡേറ്റയെ ക്രമീകരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതൊരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഡേറ്റയായി മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം വരുന്നതെന്ന് വെച്ചാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടും ഈ ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഡേറ്റ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. നമുക്കൊരു സംസ്ഥാനത്തിൻ്റെ ഈ ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ എന്നത് കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഡെൻസിറ്റിയാണ് കാണുന്നത്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേ ഫോർമുല തന്നെ ഉപയോഗിക്കാം, പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്ന ഫോർമുല. ഇവിടെ പോപ്പുലേഷൻ കൊടുത്തിട്ടുള്ളത് C2-ലാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏരിയ കൊടുത്തിട്ടുള്ള F2-ലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി ആ ഒരു സെല്ലുണ്ടല്ലോ, അതിൽ നമ്മൾ = എന്നടിക്കുന്നു. C2 ഡിവൈഡഡ് ബൈ F2 എന്നടിച്ച ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് അവിടെ ഡെൻസിറ്റി കാണിക്കുന്നു. ഇനി നമ്മുടെ ഫിൽ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് ബാക്കി 34 സംസ്ഥാനങ്ങളിലേക്കും ഡ്രാഗ് ചെയ്ത എല്ലാ സെല്ലിലേക്കും ഈ ഒരു ഫംഗ്ഷൻ തന്നെ കോപ്പി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എല്ലാത്തിലും ഇതുപോലെ ഉള്ള ഡെൻസിറ്റി വരുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ ഡെൻസിറ്റി സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡെസിമൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ഡെസിമൽ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ഡെസിമൽ പ്ലേസസ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഹാഷ് ചിഹ്നങ്ങൾ വരുന്നതായിട്ട്. അപ്പം സെല്ലിനുള്ളിൽ ഡാറ്റ ഉൾക്കൊള്ളാൻ ആവശ്യത്തിന് സ്ഥലമില്ലാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനെ വരുന്നത്. അപ്പം കോളത്തിൻ്റെ വീതി കൂട്ടിയാൽ തന്നെയും ഇത് ശരിയാകും. അപ്പം നമ്മൾ അതുവരെ നമ്മൾ ഡിലീറ്റ് ഡെസിമൽ പ്ലേസ് ഉപയോഗിച്ച് നമ്മൾ ഡെസിമൽ പ്ലേസ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഒരു 2 ഡെസിമൽ പ്ലേസ് മതിയായിരിക്കും. അതിനുശേഷം നമ്മൾ ആ ഉത്തർപ്രദേശിൻ്റെ ഡെൻസിറ്റി ഉള്ള ആ ഒരു സെല്ലിൽ ഡ്രാഗ് ചെയ്ത് എല്ലാത്തിലേക്കും കൊണ്ടുവന്നാൽ മതിയാകും. അപ്പോൾ ലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള രീതിയാണ് നമുക്ക് നോക്കേണ്ടിയുള്ളത്. ആദ്യം തന്നെ ക്രൈറ്റീരിയ തയ്യാറാക്കുകയാണ്. ആദ്യം ഒരു സൈഡിൽ നിന്ന് ഡെൻസിറ്റിയുടെ പരിധിയും അതിന് നേരെയുള്ള പേരും വെരി ലോ ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഇനി നമുക്ക് റേഞ്ചാണ് ഡിഫൈൻ ചെയ്യാനുള്ളത്. അതിന് ഈ ഒരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്തിട്ട് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെന്ന് ഡിഫൈൻ റേഞ്ച് വഴി ക്രൈറ്റീരിയ എന്ന പേര് നൽകി ആഡ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ ആ ഒരു പേരിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പാടില്ല, വളരെ കൃത്യമായിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി ഫംഗ്ഷൻ വിസാർഡിൽ ചെന്ന ശേഷം റിസൾട്ട് വേണ്ട സെല്ലിൽ J2-ൽ ക്ലിക്ക് ചെയ്യണം. ഇനി സെർച്ച് ക്രൈറ്റീരിയ ഡെൻസിറ്റി ഉള്ള സെല്ല് G2-ലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി സെർച്ച് വെക്ടർ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത്. അപ്പോൾ അത് നമ്മളെന്താണ് ക്രൈറ്റീരിയയാണ്. ഈ ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്, ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന പേര് വളരെ കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്യണം. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ തന്നെ ടൈപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ആദ്യത്തെ സെല്ലിൽ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്കും അത് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടിയുള്ളത്. സൈഡിലായിട്ട് നമ്മൾ ഗ്രൂപ്പ് തയ്യാറാക്കുന്നു. ഒരു വശത്ത് വെരി ലോ ഡെൻസിറ്റി എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളും എഴുതുന്നു. അതിന് തൊട്ടടുത്ത് നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന കോളവും നൽകുന്നു. ഫംഗ്ഷൻ വിസാർഡ് എടുക്കുന്നു. നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന കോളത്തിലെ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്ത്
ഫംഗ്ഷൻ വിസാർഡ് എടുക്കുന്നു, കൗണ്ട് സെല്ല് സെലക്ട് ചെയ്യുന്നു. റേഞ്ച് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ നടത്തിയ ആ മുഴുവൻ കോളവും, ഉദാഹരണത്തിന് J2 മുതൽ J36 വരെ സെലക്ട് ചെയ്യുക. ക്രൈറ്റീരിയ നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഗ്രൂപ്പിലെ ആദ്യത്തെ വിഭാഗമായിട്ടുള്ള വെരി ലോ ഡെൻസിറ്റി എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. റിസൾട്ട് ഓക്കെ അടിക്കുമ്പോൾ ആ വിഭാഗത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. ബാക്കിയുള്ളവയിലേക്ക് ഇത് ഡ്രാഗ് ചെയ്ത് ഇട്ടിരുന്നാൽ മതിയാവും. ഇനി നമ്മൾ ഇതുവരെ ചെയ്ത ആ ഒരു ഫയൽ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ടൂൾസ് മെനുവിൽ പോവുക. അവിടെ നിന്ന് പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇനി ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതേ പാസ്വേഡ് വീണ്ടും കൺഫേം ചെയ്യാനായിട്ട് റീടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫയൽ ഷീറ്റ് സക്സസ്ഫുള്ളി പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഫയൽ സേവ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഫയൽ മെനുവിലേക്ക് പോകുന്നു. അതിൽ നിന്ന് സേവ് കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. പിന്നെ സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇന്നത്തെ ഒരു ചെറിയൊരു ചോദ്യമാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. ഞാൻ കറക്റ്റായിട്ടുള്ള ഉത്തരം ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും.